എന്തൊക്കെയായിരുന്നു? ഹലോ, എന്തൊക്കെയായിരുന്നു ഡിസ്ക് ഡ്രൈവ് കമ്പോണൻസ്? ഫ്ലാറ്റർ, സ്പിൻഡിൽ, റീഡ് ഓർ റൈറ്റ് ഹെഡ്, ആക്ച്വേറ്റർ ആം അസംബ്ലി, കൺട്രോളർ അല്ലേ? ഈ ഓക്കെ, ഈ 5 കമ്പോണൻസിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തതിലേക്ക് പോവാ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു ഡിസ്ക് സർവീസ് ടൈം അല്ലേ? എന്തായിരുന്നു ഡിസ്ക് സർവീസ് ടൈം? Time taken by a disk to complete an I/O request. Okay, so the components that contribute to the service time on a disk drive are seek time, rotational latency, and data transfer rate. Okay, ഇത് മൂന്നും കണ്ടുപരിചയമുണ്ടാവുമല്ലോ അല്ലേ? ഇല്ലേ? ഇത് മൂന്നും കേട്ടിട്ടേ ഇല്ലേ? ഹലോ, സീക്ക് ടൈം കേട്ടിട്ടില്ലേ? റെസ്പോണ്ടേടാ. ഓക്കെ, ഇപ്പോൾ സീക്ക് ടൈം എന്ന് വെച്ചാൽ എന്തായിരുന്നു സംഭവം? ഓർമ്മയുണ്ടോ? ജസ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്ക് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതിൽ പ്ലാറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഡിസ്ക് ഉണ്ട്, പിന്നെ സ്പിൻഡിലുണ്ട്, കൺട്രോളർ ഉണ്ട്, റീഡ് ഓർ റൈറ്റ് ഹെഡ് ഉണ്ട്, ആക്ച്വേറ്റർ ആം അസംബ്ലി ഉണ്ട് അല്ലേ? സീക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആക്സസ് ടൈം. ഓക്കെ, നമ്മുടെ ഈ റീഡ് ഓർ റൈറ്റ് ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആമിനെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവെക്കാൻ എടുക്കുന്ന ടൈം, അതാണ് സീക്ക് ടൈം ഓർ ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് time taken to position the read or write heads across the platter with a radial movement. Okay, radial movement means moving along the radius of the platter. Okay, time taken to position and settle the arm and the head over the correct track. നമുക്ക് ഏത് ട്രാക്കിലാണോ ചെയ്യേണ്ടത്, നമ്മുടെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഹെഡ് പൊസിഷൻ ചെയ്യുന്നത്, അതിന് വേണ്ടി എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പം നമ്മുടെ സീക്ക് ടൈം കുറയുന്നതിനനുസരിച്ചിട്ട് ഫാസ്റ്റർ വിൽ ബി ദ I/O ഓപ്പറേഷൻ. ഓക്കെ, ഡൗട്ടില്ലല്ലോ? കമൻറ്റ് ചെയ്യൂ. നമ്മുടെ റീഡ് ഓർ റൈറ്റ് ഹെഡറിനെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവെക്കാനെടുക്കുന്ന ടൈം, സീക്ക് ടൈം ഓർ ആക്സസ് ടൈം. കുഴപ്പമില്ലല്ലോടാ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പം ഈ സീക്ക് ടൈമിൽ തന്നെ കുറച്ച് സീക്ക് ടൈം സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫുൾ സ്ട്രോക്ക്. ഓക്കെ, ഫുൾ സ്ട്രോക്ക് എടുക്കുന്നത് നമ്മുടെ ഈ ഡിസ്കിൻ്റെ വിഡ്ത്ത് ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ, സോ is the time taken by the read or write head to move across the entire width of the disk or from the innermost
track to the outermost. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത സ്പെസിഫിക്കേഷൻ ആവറേജ്. ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് മൂവ് ചെയ്യാൻ, നമ്മുടെ റീഡ് ഓർ റൈറ്റ് ഹെഡിന് മൂവ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈം. ഓക്കെ, ദ ആവറേജ് ടൈം taken by the read or write head to move from one track to another. One random track to another. Okay. നോർമലി നമ്മുടെ ഫുൾ സ്റ്റോക്കിൻ്റെ 1/3 ടൈമാണെന്നാണ് പറയാം. ഓക്കെ, ദെൻ ട്രാക്ക് ടു ട്രാക്ക് എന്തായിരിക്കും? അഡ്ജസൻറ്റ് ട്രാക്സ്. ഓക്കെ, ഒരു റീഡ് ആൻഡ് റൈറ്റ് ഹെഡിന് അഡ്ജസൻറ്റ് ട്രാക്സിൻ്റെ മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ, ദ ടൈം ടേക്കൺ by the read or write head to move between tracks. Okay. Full stop, average, track to track. കുഴപ്പമില്ലല്ലോ. ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ സ്പെസിഫിക്കേഷൻ കുഴപ്പമുണ്ടോ? ഓക്കെ, ഈ നെക്സ്റ്റ് റൊട്ടേഷണൽ ലാറ്റൻസി. എന്തായിരുന്നു റൊട്ടേഷണൽ ലാറ്റൻസി? നേരത്തെ സീക്ക് ടൈം പറഞ്ഞു, കറക്റ്റ് ട്രാക്കിൽ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ റൊട്ടേഷണൽ ലാറ്റൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റിക്വസ്റ്റഡ് സെക്ടറിൽ തന്നെ നമ്മുടെ ഈ റീഡ് ഓർ റൈറ്റ് ഹെഡർ പൊസിഷൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ ദ പ്ലാറ്റർ ടു റൊട്ടേറ്റ് ആൻഡ് പൊസിഷൻ ദ ഡാറ്റ അണ്ടർ ദി റീഡ് ഓർ റൈറ്റ് ഹെഡ്. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റൊട്ടേഷൻ സ്പീഡ് ഓഫ് ദ സ്പിൻഡിൽ. അപ്പോൾ നമ്മൾ സ്പിൻഡിൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ സ്പിൻഡിൽ സ്പീഡ്സ് ആ 7400 RPM, 7200 RPM, 5400 RPM അല്ലേ, 15,000 RPM, 10,000 RPM അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ദിസ് സീക്ക് ടൈം ആൻഡ് റൊട്ടേഷണൽ ലാറ്റൻസി is measured in milliseconds. Okay, hello. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. ഓക്കെ, എന്തായിരിക്കും ട്രാൻസ്ഫർ റേറ്റ് എന്നും പറഞ്ഞാൽ മതി ഇതിന്. ഓക്കെ, data transfer rate or transfer rate, the average amount of data per unit time that the drive can deliver to the HPA. Okay, എന്താണ് ഈ HPA? HPA എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. HPA എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
പോസ്റ്റ് ബസ് അഡാപ്റ്റർ. ഓക്കെ, എവിടെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് മൊഡ്യൂളിൽ കണക്ടിവിറ്റിയിൽ, ഡാറ്റ സെൻറ്ററിലാണ്. കണക്ടിവിറ്റിയിൽ ഫിസിക്കൽ കണക്ടിവിറ്റി, ഫിസിക്കൽ കമ്പോണൻസ് ആൻഡ് പ്രോട്ടോകോൾ, ലോജിക്കൽ കമ്പോണൻസ്. ഓക്കെ, കണക്ടിവിറ്റിയിൽ കണക്ടിവിറ്റിയിലെ ഫിസിക്കൽ കമ്പോണൻസിൽ അതിൽ വരുന്ന 3 കാര്യങ്ങൾ: ഹോസ്റ്റ് ഇൻ്റർഫേസ് ഡിവൈസ്, പോർട്ട് ആൻഡ് കേബിൾ. ഓക്കെ, അപ്പം അതിലെ ഹോസ്റ്റ് ഇൻ്റർഫേസ് ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഹോസ്റ്റ് അഡാപ്റ്ററിൻ്റെ എക്സാമ്പിളാണ് ഹോസ്റ്റ് ബസ് അഡാപ്റ്റർ. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ, ഹലോ, ഓക്കെ. കറക്റ്റ് പഠിച്ച് പോവാ കേട്ടോ. സിമ്പിളാണ്, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. ഓക്കെ, ഇനി ഓക്കെ, അപ്പം നമ്മുടെ ഈ ഇത് മനസ്സിലായല്ലോ സംഭവം. Data transfer rate, average amount of data per unit time that the drive can deliver to HPA. Okay, then disk drive performance equation. Disk service time is equal to seek time plus rotational latency plus data transfer time. Okay, കുഴപ്പമില്ലല്ലോ അല്ലേ? ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് ഫ്ലാഷ് ഡ്രൈവ്സ്. ഓക്കെ, it is also referred as solid state drives. New generation drives that deliver ultra high performance required by performance sensitive applications. It uses semiconductor based solid state memory to store and retrieve data. Okay, അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇങ്ങനെ ഈ ഒരു പാർട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കമ്പാരിസൺ, കൺവെൻഷണൽ ഹാർഡ് ഡ്രൈവ്സും അതുപോലെ തന്നെ ഫ്ലാഷ് ഡ്രൈവ്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ ചോദിക്കാം. ഓക്കെ, ഫ്ലാഷ് ഡ്രൈവ്സിൽ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, നമുക്ക് മൂവിങ് പാർട്സ് ഒന്നുമില്ല അല്ലേ? ആണോ? ഹലോ, ഓക്കെ. ഒരു മിനിറ്റ്, അറ്റൻഡൻസ് ഒന്ന് എടുത്ത് വെക്കട്ടെ. അഭിലാഷ്, ഓക്കെ. അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, ഓക്കെ. അതുൽ സത്യപാൽ, ഫബിന, ഓക്കെ. ഫജ, ജാസിം, മിഥിലാജ്, മൃദുല, ജാസിൽ, രമേശ്, ശരത്, സർഗ, ഷബ്ന,
സൗരഭ്, ശ്രീരാജ്, ശ്രീരാജ്, സുബിൻ, വിഷ്ണു, അമൃത, അശ്വതി, രിതിന, ഹരിത, അമൽ. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാഷ് ഡ്രൈവ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലാഷ് ഡ്രൈവ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ മൂവിങ് പാർട്സ് ഒന്നുമില്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്താ വേണ്ട, നമ്മുടെ സീക്ക് ടൈം അല്ലെങ്കിൽ റൊട്ടേഷണൽ ലാറ്റൻസി അതൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് കമ്പാരിസണിലേക്ക് പോവാം. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, കൺവെൻഷണൽ ഹാർഡ് ഡ്രൈവ്സ്, മെക്കാനിക്കൽ ഡിലേ ഡ്യൂ ടു സീക്ക് ടൈം ആൻഡ് റൊട്ടേഷണൽ ലാറ്റൻസി. Flash drives allow highest possible throughput per drives due to no mechanical movement. Limited performance and I/O serving capability in conventional hard drives, whereas very low latency per I/O and consistent due to no moving parts. മാനേജ്മെൻറ്റ് കോസ്റ്റ് ഇപ്പോൾ ഹയർ TCO ആണ് നമ്മുടെ കൺവെൻഷണൽ ഹാർഡ് ഡ്രൈവ്സിൽ. ഓക്കെ, ഡ്യൂ ടു മോർ നമ്പർ ഓഫ് ഡിസ്ക്, പവർ, കൂളിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കോസ്റ്റ്. ഇവിടെ ഫ്ലാഷ് ഡ്രൈവ്സിൽ വരുന്ന സമയത്ത് ഓവറോൾ ലെസ് TCO. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ? കമ്പാരിസൺ, ആ കമ്പാരിസണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാഷ് ഡ്രൈവ് കൂടുതലും suit in applications. Okay, flash drives are especially suited for applications with small block size and random read workloads that require consistently low response time. Okay, applications that need to process massive amount of information quickly, such as currency exchange, electronic trading system, and real-time data feed processing benefits from flash drives. Okay, ഫ്ലാഷ് ഡ്രൈവ്സിൻ്റെ കമ്പോണൻസ് ആൻഡ് ആർക്കിടെക്ചറൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറേജ് മീഡിയയിൽ ഇത്രയേ ഉള്ളൂ. സ്റ്റോറേജ് മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാഗ്നറ്റിക് ടേപ്സ്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്സ്, ദെൻ ഫ്ലാഷ് ഡ്രൈവ്സ്. ഇത് 4ആണ് സ്റ്റോറേജ് മീഡിയയിൽ ഇപ്പോൾ സ്റ്റോറേജ് ഓപ്ഷൻസിൽ സ്റ്റോറേജ് മീഡിയസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റിക് ടേപ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു, ലോ കോസ്റ്റ് ആണ്. നമ്മുടെ പണ്ട് കാലത്ത് ബാക്കപ്പിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ലോ കോസ്റ്റ് കാരണം പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ ഉണ്ട്.
സ്റ്റോറേജ് റിട്രീവൽ ഓവർഹെഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ട് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ബിക്കോസ് സീക്വൻഷ്യൽ ഡാറ്റ ആക്സസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്റ്റിക്കൽ ഡിസ്ക് പറഞ്ഞു, ഡിസ്ക് ഡ്രൈവിനെ കുറിച്ച് പറഞ്ഞു, ഫ്ലാഷ് ഡ്രൈവ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഡിസ്ക് ഡ്രൈവ് കമ്പോണൻസ്, പ്ലാറ്റ, സ്പിൻഡിൽ, റീഡ് ഓർ റൈറ്റ് ഹെഡ്, ആക്ച്വേറ്റർ റാം അസംബ്ലി, കൺട്രോളർ അല്ലേ. വലിയ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, പ്ലാറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഓരോ ഡിസ്കും രണ്ട് സർഫേസിലും നമുക്ക് യൂസ് ചെയ്യാം, റീഡോ റൈറ്റോ ചെയ്യാൻ വേണ്ടി ഇൻഫോർമേഷൻ അല്ലേ. അപ്പോൾ ഈ ഡിസ്കുകളൊക്കെ പ്ലാറ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓരോ പ്ലാറ്റേഴ്സിനും നമുക്ക് രണ്ട് റീഡോ റൈറ്റ് ഹെഡ് ഉണ്ടാവും അല്ലേ, രണ്ട് സർഫേസിനും വേണ്ടിയിട്ട്. ദെൻ സ്പിൻഡിൽ ഈസ് ദർ ടു കണക്ട് ഓൾ ദ പ്ലാറ്റേഴ്സ്. ഓക്കെ, ആക്ച്വേറ്റർ ആം ഉണ്ട് ഈ തറ്റത്തായിട്ട് റീഡ് ഓർ റൈറ്റ് ഹെഡേഴ്സ്. ഓക്കെ, ദെൻ ഒരു കൺട്രോളർ കൂടി ഉണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ. ദെൻ നമ്മുടെ ഡിസ്ക് ഡ്രൈവ് പെർഫോമൻസ്, ഡിസ്ക് സർവീസ് ടൈം, ഒരു IO റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം, അത് സീക്ക് ടൈം പ്ലസ് റൊട്ടേഷണൽ ലാറ്റൻസി പ്ലസ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, സീക്ക് ടൈം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ റീഡ് ഓർ റൈറ്റ് ഹെഡ് വെക്കുന്ന ടൈം. റൊട്ടേഷണൽ ലാറ്റൻസി എന്ന് പറയുന്ന സമയത്ത് ടൈം ടേക്കൺ ബൈ എ പ്ലാറ്റർ ടു റൊട്ടേറ്റ് ആൻഡ് പൊസിഷൻ ദ ഡാറ്റ അണ്ടർ ദി റീഡ് ഓർ റൈറ്റ് ഹെഡ്. കറക്റ്റ് സെക്ടറിൽ ഈ റീഡ് ഓർ റൈറ്റ് ഹെഡ് കൊണ്ടുവന്ന് വെക്കുന്നത് അല്ലേ. ഈ റീഡ് ഓർ റൈറ്റ് ഹെഡിൻ്റെ അടിയിൽ കറക്റ്റ് സെക്ടർ കൊണ്ടുവന്ന് വെക്കുന്നതാണ് റൊട്ടേഷണൽ ലാറ്റൻസി. ബോത്ത് എന്താ ഈ സീക്ക് ടൈം റൊട്ടേഷണൽ ലാറ്റൻസി ഒക്കെ നമ്മളെങ്ങനെയാണ്, മില്ലി സെക്കൻഡ്സിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, ആവറേജ് എമൗണ്ട് ഓഫ് ഡാറ്റ പെർ യൂണിറ്റ് ടൈം ദാറ്റ് ദ ഡ്രൈവ് ക്യാൻ ഡെലിവർ ടു ദ HPA. ഓക്കെ, അപ്പം അവിടെ റീഡ് ഓപ്പറേഷനും നടക്കും, റൈറ്റ് ഓപ്പറേഷനും നടക്കും അല്ലേ. ഓക്കെ, ഹലോ, ഇത്രയും പാർട്ട് ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ സ്റ്റോറേജ് മീഡിയ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി റെയ്ഡ് ആണ്. ഓക്കെ, എന്തായിരുന്നു റെയ്ഡ്? ഫുൾ ഫോം എന്തായിരുന്നു? ഫ്ലാഷ് ഡ്രൈവ്സും നമ്മൾ പറഞ്ഞു, കമ്പാരിസൺസും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് റെയ്ഡ് ആണ് ടോപ്പിക്. റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക് അല്ലേ. ഓക്കെ, അപ്പം ശരിക്കും നമുക്ക് റെയ്ഡിനെ കുറിച്ച് ഇംപ്ലിമെൻറ്റേഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് റെയ്ഡ് എന്താണെന്ന് ചെറിയൊരു ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, നമുക്ക് സോഫ്റ്റ്വെയർ റെയ്ഡും ഉണ്ട്, ഹാർഡ്വെയർ റെയ്ഡും ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ലെവൽസ്, ടൈപ്സ്. ഓക്കെ, അപ്പം അവിടെ അതിനു മുന്നേ നമ്മൾ റെയ്ഡ് അറേ കമ്പോണൻസ് ലെവൽസിലേക്ക് പോകുന്നതിന് മുന്നേ അറേ കമ്പോണൻസ് പഠിക്കും, റെയ്ഡ് ടെക്നിക്സും പഠിക്കും. ഓക്കെ, അതിനുശേഷമാണ് ലെവൽസിലേക്ക്, ടൈപ്സിലേക്ക് പോവുക. ഓക്കെ, റെയ്ഡ് 0, റെയ്ഡ് 1, നെസ്റ്റഡ് റെയ്ഡ്, റെയ്ഡ് 3, റെയ്ഡ് 4, റെയ്ഡ് 5, റെയ്ഡ് 6. ഓക്കെ, ഇത്രയാണ് പഠിക്കാനുള്ളത്. നോക്കിയാലോ. ഹലോ, ചെറുതായിട്ട് റെയ്ഡിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവാം കേട്ടോ. Okay, RAID, redundant array of independent disks. Okay, the technology that combines or leverages multiple drives as a part of a set that provides data protection against drive failures. Okay, ഒരു ഡിസ്ക് ഡ്രൈവ് അല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഡ്രൈവ്സ് ആണ് ഉള്ളത്. ഓക്കെ, in general, RAID implementations also improve the storage system performance by serving IOs from multiple disks simultaneously.
Okay. Modern array with flash drives also benefit in terms of protection and performance by using RAID. Okay. Redundant array of independent disk. Okay. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ കമ്പോണൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത് ഇപ്പം തന്നെ എടുക്കുന്നില്ല, അടുത്ത ദിവസം നാളെ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു റെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് എന്താ, ഇറ്റ് കമ്പൈൻസ് മൾട്ടിപ്പിൾ ഡ്രൈവ്സ് ആസ് പാർട്ട് ഓഫ് എ സെറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡ്രൈവ് ഫെയിലിയേഴ്സ്. നമുക്ക് റെയ്ഡ് ഇംപ്ലിമെൻറ്റേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഹലോ. ശരത്ത് എപ്പോഴാണോ പ്രസന്റ് പറയുന്നത്? അർജുൻ ഉണ്ടോ? അർജുൻ? ഓക്കെ. അതുൽ സത്യപാൽ ഉണ്ടോ? അതുൽ? സർഗ? ശ്രീരാജ്? ഓക്കെ, ഇവരെ 4 പേരും ആബ്സെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതുവരെ എടുത്തതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റോറേജ് മീഡിയ ഫുള്ളായിട്ട് കഴിഞ്ഞു. അതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പാരിസൺ ബിറ്റ്വീൻ കൺവെൻഷണൽ സ്റ്റോറേജ് മീഡിയ ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ്. ഓക്കെ, റെയ്ഡ് കറക്റ്റായിട്ട് നമുക്ക് നാളെ തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയേ ഉള്ളൂ. ഓക്കെ.